ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2025 സീസൺ വരാൻ പോവുകയാണ്. ഇതിനു മുന്നോടിയായുള്ള പടയൊരുക്കങ്ങളിലേക്ക് ടീമുകൾ കടന്നു കഴിഞ്ഞു. പല ടീമുകളും പരിശീലകരെയടക്കം മാറ്റിക്കഴിഞ്ഞു. രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലക സ്ഥാനത്തേക്ക് രാഹുൽ ദ്രാവിഡ് എത്തിയിട്ടുണ്ട്. ഇന്ത്യയെ T20 ലോകകപ്പ് കിരീടത്തിലേക്ക് എത്തിച്ച ദ്രാവിഡിനെ പരിശീലക സ്ഥാനത്തേക്ക് എത്തിച്ച രാജസ്ഥാൻ രണ്ടാം കിരീടമാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത്. സഞ്ജു സാംസണെ നായകനാക്കി തന്നെ രാജസ്ഥാൻ മുന്നോട്ടു പോകുമെന്ന് ടീം മാനേജ്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ വരുന്ന മെഗാ ലേലത്തിന് മുൻപ് രാജസ്ഥാൻ ആരെയൊക്കെ നിലനിർത്തുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സഞ്ജുവിനൊപ്പം ലോസ് ബട്ട്ലർ, യശസ്വി ജയ്സ്വാൾ എന്നിവരെ രാജസ്ഥാൻ നിലനിർത്തുമെന്നുറപ്പാണ്. സഞ്ജുവിനെ നായകനാക്കി മുന്നോട്ടു പോകുന്നത് രാജസ്ഥാന് വലിയ ആരാധക പിന്തുണ ലഭിക്കാൻ കാരണമാവുന്നുണ്ട്. എന്നാൽ യശസ്വി ജയ്സ്വാളിനെ നായകനാക്കി വളർത്താൻ രാജസ്ഥാന് സാധിക്കേണ്ടതായുണ്ട്. ഇത് ഭാവിയിലേക്ക് ടീമിന് വലിയ ഗുണം ചെയ്യും. ജയ്സ്വാളിനെ ക്യാപ്റ്റനായി വളർത്തേണ്ടത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കാം. ലോക ക്രിക്കറ്റിലെ ഭാവി സൂപ്പർ താരങ്ങളിലൊരാളായി വരാൻ സാധ്യതയുള്ളയാളാണ് യശസ്വി ജയ്സ്വാൾ. ഇതിനോടകം ടെസ്റ്റിലും T20യിലും ഇന്ത്യക്കായി കളിക്കാനും മികച്ച പ്രകടനം നടത്താനും ജയ്സ്വാളിനായിട്ടുണ്ട്. സൗരവ് ഗാംഗുലിയോട് പോലും താരതമ്യപ്പെടുത്തുന്ന തരത്തിലാണ് ജയ്സ്വാളിന്റെ പ്രകടനം. ഇടം കയ്യൻ ഓപ്പണർ റോളിൽ ജയ്സ്വാൾ തല്ലിത്തകർക്കുന്നു. 10 ടെസ്റ്റിൽ നിന്ന് 67.75 ശരാശരിയിൽ 1084 റൺസാണ് ജയ്സ്വാൾ നേടിയിട്ടുള്ളത്. ഇതിൽ 3 സെഞ്ചുറിയും 2 ഇരട്ട സെഞ്ചുറിയും 5 അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടും. 23 T20യിൽ നിന്ന് 36.15 ശരാശരിയിൽ 723 റൺസും ജയ്സ്വാളിന്റെ പേരിലുണ്ട്. T20യിൽ സെഞ്ചുറിയടക്കം നേടാൻ ഇതിനോടകം ജയ്സ്വാളിന് സാധിച്ചിട്ടുണ്ട്. 22-കാരനായ താരം ഭാവിയിൽ ഇന്ത്യയുടെ ഇതിഹാസമാണെന്ന് നിസ്സംശയം പറയാം. അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ശേഷിയുള്ള ജയ്സ്വാൾ ഇന്ത്യൻ ടീമിന്റെ മുഖമായി വളരാൻ കഴിവുള്ള താരമാണ്. ജയ്സ്വാളിനെ പോലൊരു പ്രതിഭയ്ക്ക് ദീർഘകാലം രാജസ്ഥാൻ റോയൽസ് ടീമിനൊപ്പം തുടരാനാവും. അതുകൊണ്ടുതന്നെ നായകസ്ഥാനം നൽകി ജയ്സ്വാളിനെ പതിയെ വളർത്താൻ രാജസ്ഥാൻ ശ്രമിക്കേണ്ടതായുണ്ട്. സഞ്ജു സാംസൺ നായകനായി തുടരുമ്പോൾ വൈസ് ക്യാപ്റ്റൻസി നൽകി ജയ്സ്വാളിനെ വളർത്താം. അടുത്ത 2 സീസണിലും സഞ്ജുവിന് കീഴിൽ കപ്പടിക്കാൻ സാധിക്കാതെ പോയാൽ രാജസ്ഥാൻ പുതിയ നായകനെ തേടിയേക്കും. ഈ സമയത്ത് പരിഗണിക്കാൻ സാധിക്കുന്ന താരം ജയ്സ്വാളാണ്. അപ്പോഴേക്കും ഇന്ത്യൻ ടീമിലെ നിർണായക താരമായി ജയ്സ്വാൾ മാറിയേക്കും. വലിയ ഭാവി ജയ്സ്വാളിനുണ്ടെന്ന് ഇതിനോടകം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ജയ്സ്വാളിനെ ടീമിൽ നിലനിർത്താൻ വലിയ ഉത്തരവാദിത്തങ്ങൾ നൽകി പിന്തുണയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. സഞ്ജു സാംസണിന് ഇന്ത്യൻ ടീമിനൊപ്പം ഇനി വലിയ ഭാവിയുണ്ടെന്ന് കരുതാനാവില്ല. സഞ്ജുവിന്റെ സമീപകാല പ്രകടനങ്ങളെല്ലാം നിരാശപ്പെടുത്തുന്നതാണ്. ശ്രീലങ്കയ്ക്കെതിരായ T20 പരമ്പരയിൽ 2 മത്സരത്തിൽ സഞ്ജു ഡക്കായിരുന്നു. ബംഗ്ലാദേശിനെതിരായ T20 പരമ്പരയിൽ സഞ്ജു സാംസണെ പരിഗണിച്ചേക്കും. എന്നാൽ സ്ഥിരതയില്ലാത്ത സഞ്ജുവിന് ഇനിയും അധികം അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ടുതന്നെ അടുത്ത സൂപ്പർ താരമാകാൻ കെൽപ്പുള്ള ജയ്സ്വാളിനെ പോലൊരു താരത്തെ രാജസ്ഥാൻ റോയൽസ് നായകനെന്ന നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണെന്ന് പറയാം. ഭാവിയിൽ ഇന്ത്യൻ ടീമിന്റെ നായകസ്ഥാനത്തേക്കടക്കം ജയ്സ്വാളിന് ഉയരാൻ സാധിച്ചേക്കും. അതുകൊണ്ട് തന്നെ ജയ്സ്വാളിനെ ക്യാപ്റ്റനായി വളർത്താതിരുന്നാൽ അത് രാജസ്ഥാന് വലിയ നഷ്ടമാവും.